إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. فويل للمصلين الذين هم عن صلاتهم ساهون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവനിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിത വിജയത്തിനാവശ്യമായ ഒട്ടേറെ സംഗതികൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്മകളെമ്പാടും ചെയ്യുകയും തിന്മകളിൽ നിന്ന് പാടെ മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് അതിപ്രധാനമായിട്ടുള്ള സംഗതിയാണ്. സമകാലീനമായ ഒരുപാട് സംഭവങ്ങൾ, ഒട്ടേറെ അക്രമങ്ങൾ, ഒരുപാട് കൊലപാതകങ്ങൾ, കേട്ടാൽ അറക്കുന്ന, മൂക്കത്ത് വിരൽ വെക്കുന്ന, ലജ്ജിച്ചു തലതാഴ്ത്തേണ്ട ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെ ചെറുപ്പം മുതലേ ഒരു ദീനീ സംസ്കാരം നമ്മുടെ കുടുംബത്തിലും കുഞ്ഞുമക്കളിലും വളർത്തണം എന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായി പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഉപ്പക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും മക്കൾക്കും വലിയ ശ്രദ്ധയും നിതാന്ത ജാഗ്രതയും അത്യാവശ്യമാണ്.
അപ്പൊ നമ്മൾ നമ്മുടെ മക്കളുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ ഭക്ഷണത്തെ പറ്റി, അവരുടെ വസ്ത്രത്തെ പറ്റി, ഹോസ്റ്റലുകളിലൊക്കെ ആണെങ്കിൽ അവരുടെ താമസത്തെ പറ്റി, അങ്ങനെ പലതും. ഇപ്പൊ വീട്ടിൽ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ പോലും ആദ്യത്തെ ചോദ്യം, നീ ഭക്ഷണം കഴിച്ചോ എന്നാണ്. ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോ ഒന്നും കഴിക്കാതെയാണ് എന്റെ കുട്ടി കിടന്നുറങ്ങുന്നത്. പക്ഷെ അതേ ഒരു ശ്രദ്ധയോ പരിഗണനയോ ഭയമോ ബേജാറോ, നമസ്കരിക്കാതെയാണ് എന്റെ കുട്ടി ആ കിടക്കുന്നത് എന്ന ചിന്തയിൽ, ആലോചനയിൽ വരുന്നില്ല. ഭക്ഷണത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അത്രയും എണ്ണമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അവന്റെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുക, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടതില്ലേ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവനെ പൊറുതിമുട്ടിക്കണം എന്നല്ല പറഞ്ഞതിന്റെ ഉത്തരം. പക്ഷെ അങ്ങനെ ഒരു ശീലം ചെറുപ്പത്തിലെ നമ്മുടെ മക്കളിൽ നമ്മുടെ കൂടെ കൊണ്ടു നടന്നും ഒപ്പം നമസ്കരിപ്പിച്ചുമൊക്കെ ഉണ്ടാക്കേണ്ടതില്ലേ? അതെങ്ങനെ മനസ്സിലാവുന്നറിയോ? നമ്മുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരത്തിന് നമ്മളെപ്പോലെ നമ്മുടെ എത്ര മക്കൾ പങ്കെടുക്കുന്നു നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ നമുക്ക് ളുഹറൊക്കെ വേണമെങ്കിൽ അവർ അവരുടെ ക്യാമ്പസുകളിലാണെന്ന് പറയാം. അസ്ർ നിസ്കാരത്തിന് ട്യൂഷൻ കഴിഞ്ഞ് എത്തിയിട്ടില്ല എന്നും പറയാം. എന്തായാലും മഗ്രിബും ഇശാവും സുബഹിയും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. മഗ്രിബും ഇശാവും സുബഹിയും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. എന്നിട്ട് എത്ര മക്കൾ അല്ലെങ്കിൽ നമ്മുടെ എത്ര ആളുകൾ പള്ളിയിലേക്ക് എത്തുന്നു എന്ന് നോക്കിയാൽ നമ്മൾ ആ ശീലം എത്ര ഗൗരവത്തോടെ അവരിൽ കൊടുക്കുന്നു എന്ന് നോക്കാം, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ്. നമസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള സംഗതിയാണ് നടത്തുന്നത്. عن بريدة قال قال رسول الله صلى الله عليه وسلم العهد الذي بيننا وبينهم الصلاة. ഞാനും അവരും, നമ്മളും അവരും എന്ന് പറഞ്ഞാൽ മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള ഏക വ്യത്യാസം അത് നമസ്കാരത്തിലാണ് എന്നാണ്. വമൻ തറകഹാ ഫഖദ് കഫറ. ആർ അതിനെ ഉപേക്ഷിച്ചുവോ അവൻ സത്യനിഷേധിയായി എന്ന് പറഞ്ഞാൽ കാഫിറായി. ഇപ്പൊ മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ അല്ല, അത് നമസ്കാരത്തിലാണ് എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന സംഭവം നമുക്ക് ഹദീസുകൾ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ബഅസ മുആദൻ അലൽ യമനി ഖാല ഇന്നക തഖദമു അലാ ഖൗമിൻ അഹ്ലി കിതാബിൻ فليكن أول ما تدعوهم إليه إلى عبادة الله فإذا عرفوا الله فأخبرهم أن الله قد فرض عليهم 5 صلوات في يومهم وليلتهم. നിശ്ചയം നീ വേദക്കാരിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ, ഏകദൈവ വിശ്വാസം അവരിൽ ഉണ്ടാക്കാനാണ്. അത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അവരിൽ നിഷ്കർഷിക്കേണ്ടത്, അവരെ ക്ഷണിക്കേണ്ടത് നീ നമസ്കാരത്തിലേക്കാണ് എന്നാണ്. അള്ളാഹു രാത്രിയും പകലുകളിലുമായി 5 വക്ത് നമസ്കാരം അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ പഠിപ്പിക്കണം. അപ്പൊ ഷഹാദത്ത് കലിമ വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കിയാൽ, പ്രവാചകനിൽ വിശ്വസിച്ചാൽ പിന്നൊരു മുസ്ലിം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, അവന്റെ നമസ്കാരത്തിലാണ് എന്നാണ്. ആ നമസ്കാരത്തിന്റെ സ്ഥിതിയും ഗതിയുമാണ് നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇന്നി ഫറദ്തു അലാ ഉമ്മതിക 5 സ്വലവാത്തിൻ വഅഹിദ്തു ഇൻദി അഹ്ദൻ. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, നിശ്ചയം ഞാൻ താങ്കളുടെ ഉമ്മത്തിന്, ഖുദ്സിയായ ഹദീസാണ്, നിശ്ചയമായി ഞാൻ താങ്കളുടെ ഉമ്മത്തിന് 5 നേര നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു. അവരിൽ നിന്ന് ഞാൻ ഇപ്രകാരം കരാർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ കരാർ അറിയോ? അന്നഹു മൻ ജാഅ യുഹാഫിദു അലൈഹിന്ന ലിവഖ്തിഹിന്ന അദ്ഖൽതുൽ ജന്ന വമൻ ലം യുഹാഫിദു അലൈഹിന്ന ഫലാ അഹ്ദ ലഹു ഇൻദി എന്നാണ്. ആരാണോ സമയത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത് അവനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ആരാണോ അതിനെ സംരക്ഷിക്കാതിരിക്കുന്നത്, ചെയ്യാതിരിക്കുന്നത്, അവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ്. അള്ളാഹുമായിട്ടൊരു ബന്ധം പോലും അവനില്ല, നമസ്കാരം ഒഴിവാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പല ആളുകളൊക്കെ പല തിരക്കുകളിലൊക്കെ ആവുമ്പോഴേ വളരെ നിസ്സാരമായി ഇത് ഒഴിവാക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ജമ്മാക്കിയിട്ടോ കസറാക്കിയിട്ടോ യാത്രക്കാരനൊക്കെ ആണെങ്കിൽ ആനുകൂല്യങ്ങൾ സ്വീകരിക്കല്ല, വീട്ടിലോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും തിരക്കിലാവുമ്പോ അവിടെ ജംആക്കുകയല്ല, അതിന് പകരം തർക്കാക്കുക, ഒഴിവാക്കുന്ന അവസ്ഥ. യാതൊരു മടിയുമില്ലാതെ ഓരോ വക്ത നമസ്കാരങ്ങൾ ഒഴിവാക്കുന്ന അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവർ. നമ്മുടെ കൂട്ടുകാരിലും കുടുംബത്തിലും ഒക്കെ ഇങ്ങനെ നോക്കിയാൽ മതി അല്ലേ, നമസ്കാരത്തെ ലാഘവത്തോടു കൂടി കാണുന്നു. നമസ്കാരം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരത്തെ നിലനിർത്തണം എന്നാണ്. നമ്മെയും റബ്ബിനെയും അടുപ്പിക്കുന്ന കണക്ഷൻ അല്ലെ, ആ ഒരു ബന്ധം, ആ ഒരു കയറാണ് ശരിക്ക് നമസ്കാരം എന്നുള്ളത്. അത് എത്രത്തോളം ബലിഷ്ഠമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും നമ്മൾ അള്ളാഹുമായിട്ടുള്ള ആ കരാറ് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. എത്രയാണ് ഒരു വിശ്വാസിക്ക് അത് ഗുണം ചെയ്യുന്നത്, അതിന്റെ മേന്മകൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട് അല്ലെ. അപ്പോ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് ഒഴിവാക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാകാനേ പാടില്ല. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശിക്ഷയുള്ള എന്ന് പറഞ്ഞാൽ, നോക്കിയേ നിങ്ങൾ, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഇപ്പൊ അതിന് വിശദീകരണം ആവശ്യമില്ലല്ലോ. അത് 5 ദിവസം നിസ്കരിക്കലല്ല, അതൊരു വക്ത് ഒഴിവാക്കൽ തന്നെയാണ്. 5 വക്ത് ഒരു ദിവസം ഒരു മുസ്ലിമിന് ഫറലായി വാജിബായി അള്ളാഹു നൽകിയ സമ്മാനം അല്ലെ. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങിയ ഈ സമൂഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള സമ്മാനം, അത് ഒഴിവാക്കാൻ നമുക്കൊരു കാരണവും ഉണ്ടാകാൻ പാടില്ല. എന്താണ് നമസ്കാരത്തിന്റെ മേന്മകൾ നമുക്കറിയാം. ഒന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അത് നമ്മളെ രക്ഷപ്പെടുത്തുന്നു എന്നാണ്. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ് വഅഖിമിസ് സ്വലാത്ത്, അല്ലയോ പ്രവാചകരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് ബോധനം നൽകപ്പെട്ട നീ ഓതി കേൾപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. വഅഖിമിസ് സ്വലാത്ത്, നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. നമസ്കാരം എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നിന്നെ തടയുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാ വൃത്തികേടുകളിൽ നിന്നും അത് അവനെ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ ഈ നമ്മൾ ഈ കാണുന്ന കുറെ വാർത്തകളില്ലേ, നമ്മൾ ഈ കേൾക്കുന്ന കുറെ സംഭവങ്ങളില്ലേ, അതിലൊക്കെ മുസ്ലിങ്ങൾ പ്രതിചേർക്കപ്പെടുന്നില്ലേ? അവരൊക്കെ ഏറെക്കുറെ പള്ളിയിൽ വരുന്നവരും അല്ലേ? ഇതെങ്ങനെ രണ്ടും കൂടി ശരിയാവണേ എന്ന് പറഞ്ഞാൽ, നമസ്കരിക്കേണ്ട രൂപത്തിൽ നമ്മൾ നമസ്കരിക്കണില്ല എന്നാണ് എന്റെ പ്രശ്നം. നമസ്കരിക്കേണ്ട രൂപത്തിൽ ഒരു വിശ്വാസി നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് അവൻ എന്ത് ചെയ്യും? മ്ലേച്ഛതകളിൽ നിന്ന് തടയും. അതല്ല ഒരു എക്സസൈസ് ആയിട്ട് ഇതിങ്ങനെ എല്ലാവരും കയറുമ്പോ കയറിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായായിട്ട്, ഒരു പ്രക്രിയയായിട്ട് മാറുകയാണെങ്കിൽ അവന് തിന്മകൾ ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ്. ഓൻ പള്ളിക്കും വരും, ഓൻ ലഹരിയിലുണ്ടാവും, ഓൻ പള്ളിയിലേക്ക് വരും, ബാക്കി തിന്മയിലുണ്ടാവും. ഓൻ പള്ളിക്കും 10 റുപ്യ ഇടും, അപ്പുറത്ത് 100 റുപ്യയും കൊടുക്കും, ഒരു മടി ഓൻ ഉണ്ടാവില്ല. കാരണം അവന്റെ ഒരു യാന്ത്രിക പ്രവർത്തനമായിട്ട് തോന്നുന്നുള്ളൂ. ഇടയ്ക്കൊക്കെ എല്ലാവരും ചെയ്യുമ്പോ ചെയ്യുന്നതോ അല്ലെങ്കിൽ അശ്രദ്ധയിൽ ചെയ്യുന്ന ഒരു കർമ്മമോ ആയിട്ട് അവന് തോന്നുകയാണ്. അല്ലാതെ നമസ്കാരത്തിന്റെ റൂഹറിഞ്ഞ് അല്ലെ, റൂഹുസ്വല, നമസ്കാരത്തിന്റെ ആത്മാവറിഞ്ഞുകൊണ്ട് ഒരാൾക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ, അങ്ങനെ നമസ്കാരത്തെ സമീപിച്ചാൽ ഒരു മനുഷ്യന് പിന്നെ തെറ്റിലേക്ക് നടന്നെടുക്കാൻ കഴിയൂല എന്നാണ്. അതാണ് ആയത്ത് പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം ഒരു വിശ്വാസിയെ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? എല്ലാത്തരം വൃത്തികേടുകളിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത, അത് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ്. നബിയോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കാണ്, അയ്യുൽ അഅ്മാലി അഫ്ളൽ, നബി ഏതു കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം? ഈ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കർമ്മങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് അസ്വലാത്തു ലി വഖ്തിഹാ എന്നാണ്, സമയത്ത് നിങ്ങൾ ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന നമസ്കാരം. 2 വബിറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. 3 അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്നാണ്. അപ്പൊ ഷഹാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നമസ്കാരമാണ് എന്ന്. 3 തിന്മകൾ കഴുകിക്കളയുന്നു, നമസ്കാരത്തിന്റെ ഫളായിലാണ്, ശ്രേഷ്ഠതയാണ്. അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ 5 മാ തഖൂലു ലക യുബ്ഖി മിൻ ദറനിഹി. ഷാഹിബിനോട് ചോദിക്കാൻ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മുൻപിലൂടെ അല്ലെ, വീടിന് മുൻപിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു പുഴ, അതിൽ നിന്നും 5 നേരവും കുളിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാവുമോ? അവരൊക്കെ പറഞ്ഞു, ഇല്ല നബിയെ, അയാളുടെ മനസ്സിൽ, അയാളുടെ ശരീരത്തിൽ ഇപ്പൊ എന്താ അഴുക്കുണ്ടാവാനാ?
അല്ലെ? നമ്മളൊക്കെ 2 നേരം കുളിക്കുന്നവരാണ്, അപ്പൊ തന്നെ ഏറെക്കുറെ വൃത്തിയാകുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. 5 നേരമൊക്കെ കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വിയർക്കാനും ചളിയാവാനൊന്നും അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. ഒന്നും അയാളുടെ ശരീരത്തിൽ ബാക്കിയാവൂല. അപ്രകാരമാണ് 5 നേരമുള്ള നമസ്കാരം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല പാപങ്ങളിൽ നിന്നും അത് അവനെ മായ്ച്ചു കളയുമെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. സുദീർഘമായിട്ടുള്ള ഒരു ഹദീസിൽ അല്ലെ, നമ്മളിങ്ങനെ വുളുവെടുക്കുമ്പോ, നമ്മുടെ മുഖം കഴുകുമ്പോ, അല്ലെ, നമ്മുടെ കൈകൾ കഴുകുമ്പോ, കാലുകൾ കഴുകുമ്പോ, അവകൾ കൊണ്ടൊക്കെ ചെയ്ത പാപങ്ങളെ അള്ളാഹു അതിൽ നിന്ന് നമ്മളെ അത് പുറത്തു തരും. ആ വെള്ളത്തിലൂടെ, അല്ലെ, നഖങ്ങൾക്കിടയിലൂടെ ഒഴുകി ഒലിച്ച് താഴെ വീഴുന്ന വെള്ളത്തിലൂടെ ആ പാപങ്ങളെയും അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്നാണ്. ആ നിയ്യത്തിലൊക്കെ വുളുവെടുക്കാനും നമസ്കാരത്തെ സമീപിക്കാനും കഴിയണമെന്നാണ്. 4-മത്തെ ഫളായിലായി പഠിപ്പിക്കുന്ന പാപങ്ങൾക്കുള്ള പരിഹാരമാണ് അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാൻ ഇലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. വൻപാപങ്ങളെ ഒടിച്ചു നിർത്തിയാൽ ഒരു നമസ്കാരം തൊട്ട് അടുത്ത നമസ്കാരം, അല്ലെ, ളുഹർ കഴിഞ്ഞ അസറിനിടയിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, അറിവില്ലായ്മ മൂലം സംഭവിച്ച തെറ്റുകളൊക്കെ ഒരു നമസ്കാരത്തിനിടയിൽ അടുത്ത നിസ്കരിക്കുന്നതോടുകൂടി അള്ളാഹു അത് പുറത്തിരുന്ന ഈ ജുമുഅ, അല്ലെ, ഈ വെള്ളിയാഴ്ചക്ക് ശേഷം അടുത്ത വെള്ളിയാഴ്ചയിൽ നമ്മൾ ജുമുഅ പങ്കെടുക്കുന്നതോടുകൂടെ അതിനിടയിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തിരുന്നാണ്. റമളാൻ ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ. അപ്പൊ പാപങ്ങൾക്കുള്ള പരിഹാരമായി നമസ്കാരത്തെ പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രകാശവും രക്ഷയുമാണ് എന്നാണ്. നമസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ. ആരാണോ നമസ്കാരത്തെ നിലനിർത്തുന്നത് അത് അവന് അന്ത്യനാളിൽ പ്രകാശവും തെളിവും മോക്ഷവുമായി മാറുന്നതാണ്. വമൻ ലം യുഹാഫിള അലൈഹ, എന്നാൽ ആരാണോ അതിനെ നിലനിർത്താത്തത്, ലം യകുൻ ലഹു നൂറൻ വലാ ബുർഹാനൻ വലാ നജാത, അവനത് പ്രകാശമോ തെളിവോ മോക്ഷമോ ഒന്നും ആയിട്ട് ഭവിക്കൂല, മാറൂല എന്നാണ്. നമസ്കാരത്തിന്റെ കുറെ നേട്ടങ്ങൾ ഇങ്ങനെ എണ്ണി പറയാണ്. അവന്റെ പദവികൾ ഉയർത്തപ്പെടും എന്ന് കാണാം. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة. നീ സുജൂദുകൾ അധികരിപ്പിക്കണം. നിശ്ചയം നീ അല്ലാഹുവിന് ഓരോ തവണ സുജൂദുകൾ ചെയ്യുമ്പോഴും അല്ലാഹു നിന്റെ ഒരു പദവി ഉയർത്തുകയും ഒരു പാപം മായ്ക്കുകയും ചെയ്യുമെന്നാണ്. അല്ലേ? മറ്റൊന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നബിയോടൊപ്പം സ്വർഗ്ഗപ്രവേശനം ലഭിക്കുമെന്നാണ്. ഒരു സഹാബിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നത്, നബിയെ അദ്ദേഹം പറയാൻ, നബിയെ എനിക്ക് നിങ്ങളോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് ആഗ്രഹം. അപ്പൊ നബി വീണ്ടും ചോദിക്കാണ്, വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ല നബി, എനിക്ക് അതന്നെ ഉള്ളൂ ആഗ്രഹം എന്ന് പറയുമ്പോ, നീ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നാണ് ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളാണ്. പള്ളിയിലേക്കുള്ള നടത്തവും, അല്ലേ, ആ വരുന്ന വരവിന് പോലും പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കാണ്. ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട്. കാനത്ത് ഖത്വാതുഹു ഇഹ്ദാഹുമാ തഹുത്തു ഖതീഅതൻ വൽ ഉഖ്റാ തർഫഉ ദറജതൻ. അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് നടന്നാൽ അവന്റെ കാലടികളിൽ ഒന്ന് പാപങ്ങൾ മായ്ക്കുകയും മറ്റേതിനാൽ അവന്റെ പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്നാണ്. പള്ളിയിലേക്ക് നടന്നു വരുന്നതിന് പോലും പ്രതിഫലം പറയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നോക്കുമ്പോ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് ഹദീസുകളിലായിട്ട് ഇങ്ങനെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓരോ നമസ്കാരവും അതുവരെയുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, അവന്റെ വുളൂവിനെ നന്നാക്കുന്നു, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിനിടയിലുള്ള മുഴുവൻ പാപങ്ങളും അവന് പുറത്തു കൊടുക്കുമെന്നാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഓരോ കർമ്മത്തിനും ഹദീസുകളിൽ പ്രതിഫലങ്ങൾ നിശ്ചയിച്ചതായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. വുളു ചെയ്താൽ, അല്ലെ, വുളു ചെയ്താൽ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. വുളു ചെയ്താൽ പാപങ്ങൾ പുറത്തു കൊടുക്കുക. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, നമസ്കാരത്തിന് വേണ്ടി വരുമ്പോ ആ വരവിന് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ രംഗങ്ങൾ നോക്കിയാലും ഓരോ വരവും നമസ്കരിക്കുന്നതും സുജൂദിനും റുക്കൂഇനുമൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ആ ഫാത്തിഹ പാരായണം ചെയ്യുന്ന ഓരോ ആയത്തിന് വരെ പ്രത്യേകം പ്രതിഫലമുള്ളതായിട്ട് ഇങ്ങനെ
കാണാം നമുക്ക് ഹദീസുകൾ. ആ നമസ്കാരത്തെ കാത്തിരിക്കുന്നതിന് പോലും പ്രതിഫലമാണ് എന്നാണ്. നമസ്കാരത്തെ കാത്തിരിക്കുക അല്ലേ? നബിന്റെ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. നേരത്തെ പള്ളിയിലെത്തിയിട്ട് അവർ ബിലാൽ റളിയല്ലാഹുവിനോട് ഇങ്ങനെ പറയും. ബിലാൽ റളിയല്ലാഹു ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിട്ടുള്ള ബിലാൽ റളിയല്ലാഹുവിനോട് അവർ പറയാറുണ്ടായിരുന്നു, അരിഹ്നായ ബിലാൽ, അരിഹ്നായ ബിലാൽ, ബിലാലെ ബാങ്ക് വിളിച്ചുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുക. നമുക്കോ അല്ലെ, ഒരു ബാങ്ക് കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് വരുമ്പത്തിന് നമ്മൾ കണ്ണിങ്ങനെ ഉരുളാണ്. ഒന്നിപ്പോ നിസ്കരിച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പത്തിന് അടുത്തതായോ എന്നൊക്കെ വലിയ മനപ്രയാസവും ബുദ്ധിമുട്ടും തോന്നുകയാണ്. അവരെത്തിയിട്ട് ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിന് വേണ്ടി അതിന്റെ പ്രതിഫലത്തിന്റെ മാഹാത്മ്യം അവർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരൊന്ന് കഴിഞ്ഞാൽ അടുത്തിനെ പ്രതീക്ഷിക്കാൻ, അരിഹ്നായ ബിലാൽ, ഞങ്ങളെ സന്തോഷിപ്പിക്കുക ബിലാൽ, ബാങ്ക് കൊടുത്തുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുക, ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാത്തുനിൽപ്പ് അല്ലെങ്കിൽ നമസ്കാരത്തിലൂടെ അങ്ങനെ ഒരു സന്തോഷം, ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രതിഫലത്തോടുള്ള ആ ഒരു ആഗ്രഹം അല്ലെ, ആ ഒരു അഭിവാഞ്ചയൊക്കെ നമുക്കും നമസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. വഖാല അഹദുക്കും ഫീ സ്വലാത്തിൻ മാ കാനത്ത് സ്വലാത്തു തഹ്ബിസുഹു, അല്ലെ, നമസ്കാരത്തിന് വേണ്ടി അവർ നിങ്ങൾ കാത്തു നിൽക്കും. അങ്ങനെ നിങ്ങൾ കാത്തു നിൽക്കുന്ന സമയമത്രയും നിങ്ങൾ നമസ്കരിക്കുന്നവരെ പോലെ തന്നെയാകുന്നതാണ്. നമസ്കാരത്തെ കാത്തു നിൽക്കുന്ന ആള് നമസ്കരിക്കുന്നവനെ പോലെ തന്നെയാകുന്നു. അത്ര പ്രതിഫലമുള്ള സംഗതിയാണ് നമസ്കാരത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന, അതൊക്കെ കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ആ കാത്തിരിപ്പിന് പോലും പ്രതിഫലമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ പിന്നെ കുറച്ചൊക്കെ ബോധപൂർവം അല്ലെ, ഭയഭക്തിയോടെ നമസ്കരിക്കാൻ സാധിക്കണം. നമ്മൾ നിസ്കരിക്കുമ്പോ അത് എന്റെ അവസാനത്തെ നമസ്കാരാണെന്നൊക്കെ നമുക്കൊരു ബോധം ഉണ്ടായാലേ ഏറെക്കുറെയൊക്കെ ഒരു ഖുശൂ നമുക്ക് ആ നമസ്കാരത്തിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇപ്പോൾ ജുമുഅ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാണ് അല്ലെ, ഇതിന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും ചിലപ്പോ. അങ്ങനെ മനസ്സിലുറപ്പിച്ചാലേ നമുക്കിത് കഴിഞ്ഞാൽ അസറുണ്ടല്ലോ, അടുത്ത മഗ്രിബ് ഇശാ ഒക്കെ ഉണ്ടല്ലോ, ആലോചിക്കുമ്പോഴാണ് ഇതിങ്ങനെ പലതും ചിന്ത വരുന്നതും. ഔദു ബില്ലാഹി കഴിഞ്ഞ് ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വിളിക്കുമ്പത്തിന് കോട്ടായ വരുന്നതൊക്കെ അല്ലെ, നമുക്കിതിങ്ങനെ ഒരു യാന്ത്രിക പ്രക്രിയയായിട്ട് ഇങ്ങനെ തോന്നുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ആ നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, നമ്മൾ ഓതുന്ന ചെറിയ സൂറത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ, ഇതിന്റെ ഒക്കെ അർത്ഥമൊക്കെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം, ഒരു തിരക്കോ വരുമ്പോഴത്തേന് നിസ്കാരം കണ്ട് ഒഴിവാക്കുക. എന്നിട്ടൊക്കെ കൂടെ കൂട്ടിയടിക്കുന്ന ഒരു സിസ്റ്റം, ഖളാ വീട്ടുക, അങ്ങനെ ഒരു പരിപാടി തന്നെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിരക്കാവുമ്പോ എങ്ങനെ ചെയ്യണം എന്ന് വരെ പറഞ്ഞു അല്ലെ. യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഖസറാക്കാം, ജംആക്കാം. ഇനി യാത്ര പോകണമെന്നില്ല, നിങ്ങൾ വലിയൊരു തിരക്കിലാണെന്ന് വിചാരിച്ചോളി, നമുക്ക് ജംആക്കാം. നിങ്ങൾ നാട്ടിൽ തന്നെ വളരെ ചിലപ്പോ അല്ലെ, ചില സമയത്ത് നമ്മൾ അത്രയും തിരക്കിലാണ് സമയമുണ്ടോ, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വലിയ ടെൻഷനിലായിരിക്കും. ചിലപ്പോ നമുക്ക് ആ ഐസിയുന്റെ പുറത്തുനിന്ന് പോയിട്ട് എപ്പോഴാണ് എന്നെ വിളിക്കാന്ന് പോലെ അറിയാതെ എനിക്ക് പോയി നിസ്കരിക്കാനുള്ള ഒരു നേരം ഉണ്ടാവില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ചില സമയമൊക്കെ ഉണ്ടാവാം. അയാൾക്ക് ജംഉ ചെയ്യാമെന്നാണ്, അതിന് യാത്ര പോകേണ്ട ആവശ്യമൊന്നുമില്ല. അൽ ജംഉ ഇൻദൽ ഹാജ, അത്യാവശ്യമോ ആവശ്യമോ വരുന്ന ഒരാൾക്ക് ജംഉ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ളുഹർ മുതൽ ഞാൻ ഫുള്ള് തിരക്കിൽ, അസറും കഴിഞ്ഞ് 5:30 ഞാൻ ഫ്രീ ആയത്. ളുഹറിന്റെ സമയത്ത് നിയ്യത്ത് വെക്കി, പഠിച്ചോനെ ഞാൻ ഇത്രയും തിരക്കിലാണ്, ഞാൻ അസറിന്റെ കൂടെ ജംആക്കിയിട്ട് നിസ്കരിക്കും. ജംഉ തഅഖീർ എന്നാണ് പറയാ. മുന്തിച്ച് നിസ്കരിക്കണം ജംഉ തഖദീം, പിന്തിച്ച് നിസ്കരിക്കണം ജംഉ തഅഖീർ. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് ഈ ആനുകൂല്യമൊക്കെ തന്നത് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്കൊരു യാതൊരു മടിയും വേണ്ട, അതിൽ ഒരു കുറ്റവും കിട്ടണില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ളുഹറും അസറും നാലും റക്അത്തായിട്ട് ചുരുക്കണ്ട, ഖസറില്ല, നമ്മൾ യാത്ര പോകണില്ല, പക്ഷെ നല്ല തിരക്കിലാണ്. എനിക്ക് ആ നാലും റക്അത്ത് അസറിന് 5:30 നിസ്കരിച്ചാൽ മതി. എന്റെ തിരക്ക് എപ്പോഴാ കഴിയണു അപ്പോ. പക്ഷെ മഗ്രിബി കഴിയരുത്, അതിനിടയിൽ എനിക്ക് നിസ്കരിക്കാം. അതിന്റെ ഇടയിൽ 5 മിനിറ്റ് ഞാൻ കണ്ടെത്തണം. നല്ല തിരക്കുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്ന ഡോക്ടർ 4 മണിക്കൂറോ 5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ, എന്താണ് മനുഷ്യൻ ചെയ്യുക? അയാൾക്ക് ളുഹറിന്റെ നമസ്കാരം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ളുഹറിന്റെ സമയം 12:41 ളുഹറായി, അല്ലെങ്കിൽ 12:20 ബാങ്ക് കൊടുക്കുന്ന ഒരു സമയം, 12:20 ളുഹർ ബാങ്കിന്റെ സമയം, 12:20 ആ ഡോക്ടർക്ക് 4 റക്അത്ത് ളുഹറും ഇഖാമത്ത് കൊടുത്ത് 4 റക്അത്ത് അസ്ർ നിസ്കരിക്കാം, ജംഉ ചെയ്യാം. ജംഉ തഖദീം ചെയ്തുകൊണ്ട് ആ മനുഷ്യന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കാം. എന്നിട്ട് അസ്ർ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 5:30
5:30-ക്കോ 5:45-ഒക്കെ ആയിരിക്കും ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അയാൾ പുറത്തേക്ക് വരുന്നുണ്ടാവുക അല്ലേ. ചിലപ്പോ മഗ്രിബ് കഴിഞ്ഞിട്ടാ പുറത്ത്, ഒരു പ്രശ്നമല്ല. ളുഹറും അസ്റും അദ്ദേഹം നിസ്കരിച്ചു കഴിഞ്ഞു. മഗ്രിബിനും അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിയുന്നില്ല. മഗ്രിബിന് അദ്ദേഹത്തിന് ആ ഓട്ടിയിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ ആ മനുഷ്യന് നിയ്യത്ത് വെക്കാം, പടച്ചോനെ ഞാൻ ഇശാഇന്റെ കൂടെ ജംആക്കും. അത്ര വലിയ അതിഗുരുതരമായ ഒരു സർജറി ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ തിരക്കിട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്താൽ മതി? പിന്നെ മഗ്രിബ് കഴിഞ്ഞ് ഇശാക്ക് പുറത്തിറങ്ങുമ്പോ മഗ്രിബും ഇശാവും നിസ്കരിച്ചാൽ മതി. ഇതൊന്നും പ്രിയപ്പെട്ടവരെ കുറ്റല്ല, ഇതിനൊക്കെ കൂലിയാണ്. കാരണം അള്ളാഹ് നൽകിയൊരു ഇളവാ സ്വീകരിക്കണത്. അയാൾ നിസ്കാരം ഒഴിവാക്കണില്ല, അയാൾ ജംആണ് ചെയ്യുന്നത്. ദീനിൽ നമ്മളെ പഠിപ്പിച്ച സംഗതി ഇതെന്താ അറിയോ? ഇപ്പോഴും നമ്മളെ കുറെ ആളുകൾക്ക് ഇത് അറിയില്ല. ഒരു യാത്രയൊക്കെ പോകുമ്പോ അല്ലേ, മുതിർന്ന ആളുകൾ, അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം. മുതിർന്ന ആളുകൾക്ക് പോലും അപ്പോഴും സങ്കടമാണ്, അല്ല സംശയമാണ്. അവർ ചോദിക്കാൻ, അല്ല നമുക്ക് രണ്ടാക്കാൻ പറ്റുമോ, നമുക്കിപ്പോ രണ്ടും ആക്കാൻ പറ്റുമോ? ഇങ്ങനൊക്കെ കുറെ സംശയങ്ങൾ അല്ലെ. ദൂരപരിധി പോലും നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്കതൊരു യാത്രയായി തോന്നിയാൽ മതി. ഇസ്തഫ്തി നഫ്സക്. നമ്മൾ തൊട്ടപ്പുറത്ത് അരീക്കോട് പോകുമ്പോ ജമ്മാക്കണം എന്നല്ല, അല്ലെങ്കിൽ കസറാക്കണം എന്നല്ലപ്പാ പറഞ്ഞത്. എനിക്കതൊരു യാത്രയായി തോന്നണം അല്ലേ. ഞാൻ ഇപ്പൊ ഒരു കോഴിക്കോട് പോകുമ്പോ എനിക്ക് കുറെ യാത്ര ചുറ്റിത്തിരിയലും കുടുങ്ങലുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. നല്ല തിരക്കായി തോന്നുന്നു. എനിക്ക് അവിടെ ജമ്മു കസറുവാക്ക നിങ്ങൾ സ്വന്തത്തോട് ചോദിച്ചാൽ മതി, എനിക്ക് പറ്റുമോ വെച്ചൂലേ. അല്ലാതെ കിലോമീറ്ററിന്റെ അളവെടുക്കാൻ നിൽക്കണ്ട. കോഴിക്കോട് പോയി വയനാട് പോവാണ് അല്ലേ, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പള്ളി കാണുമ്പോ പള്ളി സൈഡാക്കി എനിക്ക് നിസ്കരിക്കാം. അതല്ല എനിക്ക് തോന്നുന്നു, ഞാൻ ഇളവ് സ്വീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജമ്മും കസറുവാണ്, ഒരു കുറ്റമല്ല. എനിക്ക് രണ്ടുമായിട്ട് നിസ്കരിക്കാം. ഇനി ഒരാൾക്ക് നിർബന്ധം 4 നിസ്കരിക്കണം, അതിനും പ്രശ്നമല്ല. പക്ഷെ അപ്പോഴും അള്ളാഹ്ക്ക് ഇഷ്ടം ആ ഇളവ് സ്വീകരിക്കണം. അതിനാണല്ലോ അവിടെ 2 ആക്കാൻ അള്ളാഹ് ഒരു ഇളവായിട്ട് നമുക്കൊരു പെർമിഷൻ തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറെ ടെക്നോളജി ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദീനിന്റെ ഇത്തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ നിയമങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള ഇളവുകളൊക്കെ അതുകൂടെ നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ വിഷയത്തിലുള്ള അങ്ങനത്തെ വസ്വാസുകളൊക്കെ ഒഴിവാക്കി അല്ലെ. ആകെ കൂടെ വസ്വാസാക്കി പിന്നെ നിസ്കാരം ഒഴിവാക്കണ അവസ്ഥ ഉണ്ടാകരുത്. ജം ആണെങ്കിൽ ജം, കസറാണെങ്കിൽ കസറ്. എന്തായാലും തിരക്ക് എന്നുള്ള ഒഴിവാക്കൽ അവസ്ഥയിലേക്ക് എത്തരുത്. അത് നമ്മളെ സ്വന്തം വീട്ടിലെ കല്യാണത്തിലാണെങ്കിലും ശരി, ഞാനാണ് പുതിയാപ്പിള എന്നുണ്ടെങ്കിലും ശരി, നിസ്കാരം ഒഴിവാക്കാൻ എനിക്ക് വകുപ്പില്ല. നമസ്കാരം സമയത്തിന് നിസ്കരിക്കുക എന്നാണ്. അങ്ങനെ അള്ളാഹു ഓർക്കാനും അള്ളാഹുമായിട്ട് നിരന്തരം ആ ബന്ധം നിലനിർത്താനും നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ ദീനിൽ നിന്നാണ് നമ്മൾ പുറത്തു പോകുന്നത്, വീട്ടിൽ നിന്നല്ല, നാട്ടിൽ നിന്നല്ല. അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ. ദീനിൽ നിന്ന് പുറത്തു പോവാന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ പേര് മുസ്ലിം പേരായിട്ട് കാര്യമില്ലല്ലോ. അതാണ് അവരും നമ്മളും തമ്മിലുള്ള ആകെ കൂടെയുള്ള വ്യത്യാസം എന്ന് പറയുമ്പോ ആ നമസ്കാരം അതിന്റെ അവ്വൽ വക്തിൽ പരമാവധി അങ്ങനെ തന്നെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആ ജാഗ്രത നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ഉണ്ടാകണം. ആ രൂപത്തിൽ അവരെ വളർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം സൂറത്തുൽ മാഊൻ 4-5 ആയത്തുകളാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഖുർആനിൽ നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞ ആയത്താണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അപ്പോൾ നമസ്കരിക്കുന്നവർക്ക് നാശം. എന്നിട്ട് അതിന് തുടർന്ന് പറഞ്ഞു എങ്ങനത്തെ നമസ്കാരക്കാരാണ് അവർ. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്ന്. ഇത്ര മതി എന്ന രൂപത്തിൽ അല്ലെ, ഒരു യാന്ത്രിക പ്രക്രിയയായി ഒരിടപാടായി തീർത്ത് പോകുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ നമസ്കാരം അവർക്ക് തന്നെ നാശമാണ് എന്ന്, അവർക്ക് തന്നെ നാശമാണ്. അപ്പൊ ബോധത്തിൽ നമസ്കരിക്കുക, ബോധത്തിൽ ഇത്ര മതി, ഞാൻ നിസ്കരിക്കുകയാണെന്നുള്ള ബോധം ഉണ്ടാവുക. അപ്പൊ തന്നെ ഏറെക്കുറെ ഒരുപാട് ഭക്തി നമുക്ക് വരും, ഖുശൂഅ് വരും. ഇതിന്റെ അവസാനത്തെ നമസ്കാരമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ സ്വന്തത്തെ ഓർമ്മപ്പെടുത്തി ചെയ്യാം. അതും നമുക്ക് ഭക്തി കൂട്ടാൻ, കുറച്ചുകൂടെ ശ്രദ്ധ കൂട്ടാനൊക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോ ചില ശ്രദ്ധ തെറ്റണ അവസ്ഥയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്റെ നിസ്കാരം മോശാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നല്ല നമസ്കാരക്കാരെ പിശാചിന്റെയും വസ്വാസാക്കാൻ വേണ്ടിയിട്ട്
നമ്മുടെ മനസ്സിൽ പലതും ഇട്ടുവരും. അപ്പൊ ആ ശ്രദ്ധയിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും ഞാൻ ഓതുന്ന ഖുർആനിലേക്കും ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകളിലേക്കും എന്റെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. ശൈത്വാന്റെ എഫക്റ്റ് അല്ലെങ്കിൽ അവന്റെ വസ്വാസി എപ്പോഴും നമ്മളെ പിടികൂടും. അതൊരു മുഅ്മിനിന് എപ്പോഴും അവൻ പിന്നാലെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് ഡൈവേർട്ട് ആക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. മൂപ്പർക്ക് അഡിക്റ്റ് ആയിട്ട് മൂപ്പരെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അല്ലെ 0% ശ്രദ്ധ, ഒരു ശ്രദ്ധയില്ലാത്ത നിസ്കാരമായിട്ട് നമ്മളത് അതപ്പതിക്കുകയും ചെയ്യും. അങ്ങനെ ആവരുത് അല്ലെ. അപ്പൊ പരമാവധി ശ്രദ്ധിക്കുക. അറിയാതെ പോകുന്ന ചിന്തകളും മറ്റൊക്കെ അള്ളാഹ് എന്ത് ചെയ്യും, നമുക്ക് പുറത്തു തരട്ടെ. അത് നമ്മളെ ഖുശൂഇന്റെ ഭാഗമായിരിക്കും ചിലപ്പോ അല്ലെ. നമ്മളെ ഖുശൂ ഉണ്ടായതുകൊണ്ട് ശൈത്താൻ നമ്മളെ പിന്നാലെ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ വസ്വാസാക്കാൻ നടക്കുക. പരമാവധി എന്ത് ചെയ്യുക, നമ്മുടെ ഈമാൻ കൊണ്ട് നമസ്കാരത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരാം. എനിക്കെല്ലാം ആലോചിക്കാനുള്ള ഒരു സമയമായിട്ട് ഞാൻ എന്തായാലും എന്റെ നിസ്കാരത്തെ കാണാൻ പറ്റൂല അല്ലെ. ദീർഘമായി ഇമാം പാരായണം ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ. അപ്പൊ എനിക്ക് എന്റെ ബിസിനസിനെ പറ്റി ആലോചിക്കാന്നുള്ള ഒരു ഇടവേള ആയിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ തന്നെ നമസ്കാരത്തെ കാണരുത്. പലതും പലർക്കും ഓർമ്മ വരുന്നതൊക്കെ നമസ്കാരത്തിലാണ്. വീട്ടിലെ കാര്യവും മറ്റു പല സ്ഥാപനങ്ങളിലെ കാര്യമൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ ഏർപ്പാടായിട്ട് നമസ്കാരം നമ്മൾ തന്നെ എന്ത് ചെയ്യരുത്, മാനസികമായിട്ട് അതിന് തയ്യാറാവരുത്. പരമാവധി നമസ്കാരത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് എന്ത് ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ പറഞ്ഞ പോലെ എന്റെ അവസാനത്തെ നമസ്കാരക്കായിട്ട് നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഏറെക്കുറെയൊക്കെ. മറ്റൊരു പരിഹാരം ഞാൻ ചൊല്ലുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ഒരു അർത്ഥവും നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കോട്ടുവായ വരുന്നത്, ക്ഷീണം വരുന്നത്, അല്ലെങ്കിൽ നമസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ തോന്നാതിരിക്കണമൊക്കെ അല്ലെ. ഞാൻ ചൊല്ലണം എന്താന്ന് പോലും എനിക്ക് അറിയണില്ലേ. എത്ര കാലമായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കല്ലേ. 30 കൊല്ലൊക്കെ നമസ്കാരത്തിൽ അല്ലെ സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മള്. 40 കൊല്ലമായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർ, 50 കൊല്ലമായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർ. എനിക്കിപ്പോഴും അറിയില്ല സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം അറിയില്ല. എനിക്ക് അർത്ഥം അറിയൂല. ആരെ പ്രിയപ്പെട്ടവരെ കുറ്റം പറയാം. നമ്മൾ ശ്രമിച്ചാൽ അതിൽ നിന്നൊക്കെ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊന്ന് മക്കളെ പരിശീലിപ്പിക്കൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ 7 വയസ്സായാൽ മക്കൾക്ക് അതിന്റെ പരിശീലനം കൊടുത്തു തുടങ്ങണം. അതിന്റെ മുന്നേ ചെസ്സിന് പരിശീലനം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പലതിനും അല്ലെ പരിശീലനം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും തെറ്റല്ല. പക്ഷെ നമസ്കാരത്തിന് കൂടെ ഒപ്പം നിർത്തിയിട്ട് ആ മക്കൾ നിങ്ങൾ നിസ്കരിക്കാൻ താനെ നിൽക്കും. അവർക്ക് അതൊക്കെ അറിയാം. അവർ കൊടുക്കേണ്ട സമയത്ത് ഇങ്ങനെ കൊടുത്തതിന്റെ ബോധവും പ്രോത്സാഹനവും ഒക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മോടൊപ്പം പള്ളിയിൽ വരുന്നവരായിട്ട് തന്നെ മാറും. നമ്മൾ പള്ളിയിൽ വരുന്ന കാണണം. അല്ലെങ്കിൽ നമ്മൾ പോണ പോലെ തന്നെ പിന്നാലെ കുട്ടി അങ്ങാടിക്ക് അങ്ങനെ പോവും. ബാങ്ക് കൊടുത്താലും ഇങ്ങോട്ട് വരാതാവും. കാരണം മാതൃകയായിട്ട് അവർ നമ്മളെയാണ് കാണുക. അതുകൊണ്ട് മാതൃകയാക്കേണ്ടവർ പള്ളിയിൽ നമസ്കാരത്തിന് വക്തിൽ വന്നുകൊണ്ട് തന്നെ അവർക്ക് മാതൃകകൾ കാണിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചത് പ്രകാരം നിങ്ങളും നമസ്കരിക്കുക എന്ന്. എനിക്ക് തോന്നിയ പോലെ ആകരുത് എന്റെ നമസ്കാരം അല്ലെ. ഞാൻ ഇവിടെ തക്ബീർ ഇട്ടുള്ളൂ, ഞാൻ കണ്ടതും കേട്ടതും പഠിച്ചതും ഒക്കെ എങ്ങനെയാണ്, ആ മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിച്ചത്, ഇതൊന്നും ഒരു ന്യായമല്ല. ഞാൻ പണ്ട് പഠിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് ഒരു ന്യായമല്ല പ്രിയപ്പെട്ടവരെ. റസൂൽ എങ്ങനെയാണോ തക്ബീർ കെട്ടിയത് അങ്ങനെ തക്ബീർ കെട്ടുക. റസൂൽ എന്തൊന്നാണോ പ്രാർത്ഥിച്ചത് അത് അങ്ങനെ പ്രാർത്ഥിക്കുക അല്ലെ. അങ്ങനെയാണ് മാതൃക എന്ന് പറഞ്ഞാൽ. എങ്ങനെയാ റുക്കൂ ചെയ്തത് അങ്ങനെ റുക്കൂ. എനിക്ക് ഇത്രേ പറ്റുള്ളൂ അല്ല അല്ലേ. കാര്യമായ അസുഖവും പ്രയാസമൊക്കെ ഉള്ളവരത് ഓക്കെ. അതല്ലാത്തവർ എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഇങ്ങനെ ശീലായി, ഞാൻ ഇങ്ങനെ ഇരിക്കലേ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ നിൽക്കരുത്. എന്തൊക്കെ മാറ്റാൻ പറ്റുമോ അതിന് അസഹായിട്ടുള്ള ഏറ്റവും ശരിയായ രൂപം നമ്മൾ തന്നെ പഠിക്കുക. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നമസ്കാരം നിലനിർത്തുന്ന ഒരു ഖൗം, നമസ്കാരം നിലനിർത്തുന്ന കുടുംബം, നമസ്കാരം നിലനിർത്തുന്ന മക്കൾ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. നാളെ നിന്റെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ചു ചേരാനുള്ള മഹത്തായ തൗഫീഖ് ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ കഷ്ടപ്പെടുന്ന ധാരാളം കണക്കിന് ആളുകൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, റബ്ബേ, അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾക്ക് ശമനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരവും നൽകി നീ അവരനുഗ്രഹിക്കണമേ തമ്പുരാനെ.
പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്നും സാംക്രമിക പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാൻ. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത് സമാധാനവും നിർഭയത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. وبرحمتك يا